ഈ സെൻസർ ബോർഡിലുള്ള ആളുകൾ എന്താ പറയുക BJP-യെ ഭയന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിനെ നമ്മൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരെ ഭയക്കുന്നു എന്ന് പറയാനില്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നിയന്ത്രിക്കുന്നത്. അതെ, മനസ്സിലായി. അത് BJP ആവണമെന്നില്ല. BJP-യുടെ ഒക്കെ പോഷക സംഘടനകളുണ്ടല്ലോ. ഇപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ക്രൈസ്തവരും കാസല്ല, എല്ലാ മുസ്ലിങ്ങളും മുസ്ലിം തീവ്രവാദികളുണ്ട് ഇവിടെ, അതുമല്ല എല്ലാ ഹിന്ദുക്കളും ഒരിക്കലും അല്ല ഹിന്ദു തീവ്രവാദികളല്ല. അപ്പം ഈ ഇന്ത്യയുടെ ഭരണം ഇന്നും ഒരു തീവ്രവാദ വലിയ മത വോട്ടുകൾക്കനുസൃതമായിട്ടാണ് ഇന്ത്യ എന്നും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കേരളം കിട്ടാൻ വേണ്ടി കേരളത്തിലും അങ്ങനത്തെ ഒരു വിഷവിത്ത് പാകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അത് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും പല രാഷ്ട്രീയ പാർട്ടികളും കാൻഡിഡേറ്റുമാർ ആരാന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് ആരനെ ചേർത്ത് പിടിച്ചാലാണ് ഇവിടെ നമുക്കൊരു ഭൂരിപക്ഷം കിട്ടുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ പലവിധ നമ്മൾ പോലും ചിന്തിക്കാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളും അവകാശങ്ങളുമായിട്ട് പല കാര്യങ്ങളുടെ ബാക്കിലോട്ട് വരാം. ഇപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തെ തന്നെ ചിന്തിച്ചാൽ മതി. അവർക്ക് കേരളത്തിൽ സേഫ് ആയത് ഇവിടെ സംഘപരിവാർ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഇവരവിടെ അവരുടെ കൂടി ഇവിടെ വലിച്ചു കയറ്റി അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് രണ്ടാമതറിയാം. അവരുടെ സേഫ് അല്ലാത്ത രാജ്യങ്ങൾ സംസ്ഥാനങ്ങൾ നോക്കട്ടെ. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ അവിടെ ഒരു ബോർഡ്, ഛത്തീസ്ഗഡാണെന്ന് എനിക്കറിയില്ല, ഒരു ബോർഡ് കണ്ടിരുന്നു. മിഷണറിമാരോ മറ്റേ കന്യാസ്ത്രീകളോ ആ ഗ്രാമത്തിലോട്ട് പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരും കാലങ്ങളിൽ കേരളത്തിൽ ഇന്നേ വരെ ഒരു കന്യാസ്ത്രീയെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഒരു മൊയിലിയറിനെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? അതിവിടെ മതത്തിനെതിരെ അല്ലെങ്കിൽ മതം എല്ലാത്ത കുറേ ജനങ്ങൾ ജീവിക്കുന്നതുകൊണ്ടാണ്, അങ്ങനത്തെ പാർട്ടികൾ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലായി. ഇതേപോലെ ഈ ഇത്രയും വലിയ ഇഷ്യൂസ്, അതായത് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ധ്വജപ്രണാമം ആണെങ്കിലും രാഖി ആണെങ്കിലും ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹിന്ദു മതത്തിലോട്ട് ആ ഒരു പ്രഷർ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് എല്ലാ ഹിന്ദുക്കളെ അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വ തീവ്രവാദത്തെ നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുറമേ പേഴ്സണലി എന്തെങ്കിലും ഭീഷണികളോ കോളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഇത് കേരളമായതുകൊണ്ട് കേരളം അതിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ ഒരു തുടക്കമാണ് ഇതെല്ലാം. ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് അതിലേക്ക് എത്തും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംസ്ഥാനങ്ങളിലൊക്കെ ഇതേ വിഷയങ്ങളാണ്. അവിടെ ആദ്യം ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തുടങ്ങി, പിന്നെ ബീഫ് നിരോധനം തുടങ്ങി, പിന്നെ ബീഫ് കൊണ്ടുവന്ന ആൾക്കാരെ കൊല്ലാൻ തുടങ്ങി, ബീഫ് കയറ്റി വരുന്ന വണ്ടികൾ തല്ലി തകർക്കാൻ തുടങ്ങി, ബീഫ് കവറിലാണെന്ന് പറഞ്ഞ ആൾക്കാരെ കൊലപാതകം വരെ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ തുടക്കമായിരിക്കും ഇവിടെ. അല്ല, ഇതിന്റെ മൗനം പാലിച്ചത് ഇതേപോലെ ആയിരിക്കും. ആദ്യം ബീഫ് ദൃശ്യമാധ്യമങ്ങളിലാണ് തുടക്കം. ഇന്ന സംഭവത്തിൻ്റെ ഫോട്ടോ പാടില്ല, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കരുത്. ഇനി അത് മെല്ലെ മെല്ലെ കടകളിലോട്ട് വരും, വ്യാപിപ്പിക്കും. കടകൾ നിന്ന് നമ്മൾ പാചകപ്പുരയിലോട്ട് വരും, അത് കൊണ്ടുവരുന്നവരെടുത്ത് വരും. അങ്ങനെ മെല്ലെ മെല്ലെ വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന വിധത്തിലാണ് അവരിത് വിത്ത് പാകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു? പണ്ട് ആരോ പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു, എല്ലാവരെയും കൊല്ലാൻ കൊണ്ടുപോകുന്നൊരു ബസ്സിൽ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ തല്ലുണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടി കൂട്ടുപിടിക്കുന്നവരെ കുറിച്ച് പറയാം. ഇതിനൊക്കെ എപ്പോഴെങ്കിലും ഒരു അവസാനം ഉണ്ടാകും. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എല്ലാ സപ്പോർട്ടും ഹാലിന് കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ടോ? പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഭയങ്കരമായൊരു സിനിമ അല്ല. ഈ കുഞ്ഞു സിനിമയ്ക്ക് വേണ്ടിയാണ് ഇത്ര പ്രശ്നം ഇത് ഇറങ്ങി അന്നത്തെ ദിവസം ചോദിക്കും. നമ്മൾ ആരും അധിക്ഷേപിച്ചിട്ടില്ലെന്നേ. മനസ്സിലായി. ഈ പറയുന്ന പോലെ തന്നെ ഈ നിലപാടെന്ന് പറഞ്ഞിട്ടൊരു റാപ്പ് സോങ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സോങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ൻ നിഗം പാടിയ ആ ഒരു സോങ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നാണോ, അതോ ആ റാപ്പിൻ്റെ കുറച്ച് പോർഷൻസ് കട്ട് ചെയ്യണം എന്നാണോ? എന്തായിരുന്നു ആദ്യത്തെ? അതാ പറയുന്നത്, സെൻസർ ബോർഡിൻ്റെ നിലപാടിന് തന്നെ നിലപാടില്ല. ആദ്യം തിരുവനന്തപുരത്ത് നമുക്ക് പറഞ്ഞു തന്നത് നിലപാട് എന്ന സോങ്ങിൻ്റെ ഫുൾ വരികൾ മാറ്റാനാണ്, 12 ലൈൻസ്. ഇത് തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അവർക്ക് ഈ മറ്റേ റാപ്പ് സോങ്ങിൻ്റെ വരികൾ പോലും മനസ്സിലാവായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് തന്നെ ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ വേഷം തന്നെ ഇറങ്ങുന്നത്. അവിടെ എത്തിയപ്പോൾ അത് നേരെ മാറി കത്തോലിക്ക സഭയായി, കത്തോലിക്ക കോൺഗ്രസ്സായി, അവരുടെ ഉടുപ്പുകളായി, അവരുടെ ബോർഡുകളായി. അതിൻ്റെ കൂട്ടത്തിൽ രാഖി, ധ്വജപ്രണാമം, ബീഫ് ബിരിയാണി, അങ്ങനത്തെ 2 മത പരിപാടികൾ മാത്രമായിട്ട് ചുരുങ്ങിയത്. ഈ ഷെയ്ൻ നിഗത്തിൻ്റെ കറന്റ്
ഈ ഒരു ഇത്രയും ഹാലിനെ കുറിച്ചിട്ടുള്ള ഇത്രയും ഇഷ്യൂസ് നടക്കുമ്പോഴത്തേക്ക് എന്താണ് ഷെയ്ൻ നിഗത്തിൻ്റെ സൈഡ്? അല്ല, അദ്ദേഹം വളരെ മാനസിക സമ്മർദ്ദത്തിലാണ്. പെട്ടെന്നൊരു കരിയർ ഗ്രോത്ത് ആയി കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു സിനിമ ഹിറ്റാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു പടമാണ് ഇത്. ഇതും ഒരുപാട് പേര് ഒറ്റുനോക്കുന്നതാണ്. അദ്ദേഹം വേറെ ഷൂട്ടിനൊന്നും പോവാതെ ഈ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷം അടുത്ത പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ആള് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എത്രയൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാലും ഇത്രയും ആരോപണങ്ങളും സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് യൂഷ്വലി ആ ഒരു മൈൻഡിൽ ഒരു പ്രശ്നമുണ്ട് അല്ലേ? പിന്നെ അദ്ദേഹം ഇത് കുറച്ചായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, പിന്നെ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും വിമർശനങ്ങളും ഇതെല്ലാം വന്ന് പുള്ളിയും ഇതേപോലെ തന്നെ ഭയങ്കരമായിട്ട് പോസിറ്റീവായി ചിന്തിക്കുന്നതും ഭയങ്കര പുരോഗമനമായിട്ട് കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല പോസ്റ്റുകളും സുഡാപ്പിയാണെന്നും മുസ്ലിം തീവ്രവാദിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകൾക്ക് താഴെയും ഇതിന്റെ താഴെയും ഇതിന്റെയും 1-2 വീഡിയോസിനടിയിൽ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഷെയ്ൻ നിഗത്തിന്റെ പേര് മെൻഷൻ ചെയ്തിട്ട് ആളുടെ സിനിമ ആരും കാണരുത് എന്ന് അങ്ങനെ വരെ ക്യാമ്പയിൻ ഉണ്ടാക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെയൊക്കെ പേരുകളാണോ പ്രശ്നം എന്ന്. അല്ല, പേരും ഇതിൽ ഞങ്ങൾ സിനിമയിലും പറയുന്നുണ്ട്. അത് പേരും ഒരു പരിധിവരെ പ്രശ്നങ്ങളാണ്. അതെ, ഒരു പരിധിവരെ. പക്ഷെ എല്ലാം അൾട്ടിമേറ്റ് ആവുന്നല്ലാന്നേ. ഇത് വളരെ തുച്ഛം പേരാണ്, പക്ഷെ അവരുടെ സൗണ്ട് വലുതാണ്. അതാണ് നമ്മൾ പുറത്തേക്ക് കേൾക്കുന്നത്. അവരുടെ കയ്യിലാണ് അധികാരമുള്ളത്. അത് ഇത്രയും ഇങ്ങനെ ഒരു മൈനോറിറ്റി ആളുകളാണെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വൈഡായിട്ടുള്ള, നമ്മുടെ കേരളത്തിൽ അത്രയും നല്ല മനുഷ്യന്മാർ, മതമോ ജാതിയോ ഒന്നും നോക്കാത്തൊരു വൈഡായിട്ടുള്ള ആളുകളുണ്ട്. അതാണല്ലോ ഏറ്റവും നമുക്ക് സന്തോഷം തരുന്നൊരു കാര്യം. നമുക്കൊരു വൈഡ് സാധാരണക്കാരെ കിട്ടിയാലും നമ്മൾ സത്യം പുറത്തു വന്നാലേ അവരെ കാണിക്കാൻ പറ്റൂ. അതെ. പക്ഷെ നമുക്ക് വളരെ മൈനോറിറ്റി ആയിട്ടുള്ളവരുടെ അധികാരമെങ്കിൽ നമ്മൾ ഈ സത്യം പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതിനുള്ള തടസ്സങ്ങളെ നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് 3.5 കോടി ജനങ്ങൾ നമ്മളെ കൂടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 10 അംഗത്തിന്റെ ഒരു ബോർഡ് നമുക്ക് എതിരെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് പിന്നെ നമുക്ക് ഇതേപോലെ ജുഡീഷ്യറിയെ നമ്മൾ അവരെ ജുഡീഷ്യറിയുടെ പിന്നാലെ പോകണം, അതിൻ്റെ വിധി കാത്തിരിക്കുന്നു. അതും ഇതുപോലെ തന്നെ വരുന്നു. നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ ഏൽപ്പിച്ച അഡ്വക്കേറ്റ് പോലും എതിരെന്ന് ഞാൻ പറയാൻ ഒരിക്കലുമല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളായിരിക്കാം. ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന അംഗങ്ങളുടെ പേര് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ അറിയാത്ത, അതായത് നമ്മൾ മലയാള സിനിമയിലെ പ്രമുഖരായിട്ടുള്ള ആരെയും നമ്മൾ അതിൽ കാണുന്നില്ല. നമ്മൾ ഇതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ പേര് നോക്കിയിട്ടില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടല്ല നമ്മളുടെ. അവർ സിനിമ കാണുന്നതായിട്ട് കൂടുതൽ ടൈറ്റിലാണ് കാണുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ അവർ സിനിമ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ ടൈറ്റിൽ മനസ്സിലാക്കുന്നവരാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദുവിന് അവാർഡ് കിട്ടിയതിന് പ്രശ്നം വന്നിട്ടുണ്ടോ? ഏതെങ്കിലും എനിക്കറിയില്ല കേട്ടോ, ഞാൻ കാണാത്ത. ഏതെങ്കിലും മോഹൻലാലിന് അവാർഡ് കിട്ടിയതിന് താഴെ സംഗീക്ക് അവാർഡ് കൊടുത്തെന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇപ്പം അടുത്ത് മമ്മൂക്കാക്ക് അവാർഡ് കിട്ടി, ആസിഫ് അലിനൊക്കെ മെൻഷൻ ചെയ്തതിൻ്റെ ബാക്കിൽ എന്തോരം അവർ ബി ജെ പി മോശം പാർട്ടി എന്നല്ലേ പറഞ്ഞേട്ടാ, അതിൻ്റെ പ്രസ്ഥാനത്ത് ഇരിക്കുന്നവർ വരെ അതിനെക്കുറിച്ച് മോശം പറഞ്ഞല്ലോ. അപ്പോൾ അത് പേര് ഭയങ്കര വിഷയം തന്നെയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഇവർ സിനിമയുടെ ഉള്ളടക്കത്തെ പഠിക്കുന്നയാൾക്ക് കൂടുതൽ ഫസ്റ്റ് ടൈറ്റിലാണല്ലോ കാണിക്കുക. അപ്പോൾ ഈ ടൈറ്റിലാണ് ആദ്യം എഴുതിയെടുക്കുന്നത്, ആ ടൈറ്റിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള. പക്ഷെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നവരോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു നമുക്ക് ആ ഒരു രീതിയല്ല. നമ്മൾ ഈ ചർച്ചയുടെ നിമിഷം വരെ ആ ഇതിനുള്ളിൽ ഇരുന്നവരെ പേര് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഒരേപോലെ ആണെങ്കിൽ പിന്നെ വ്യത്യാസമില്ലല്ലോ. പക്ഷെ പേരെല്ലാം ഒന്നുമല്ല. നമ്മളെ മനസ്സിൽ കൂടിയിട്ടുള്ള ഒരു വിത്ത് അത് ഏത് രീതിയിലും ആക്കിയെടുക്കാൻ, ഇപ്പോൾ അവർക്ക് ജോർജിനെ ആക്കിയെടുക്കാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ താമരശ്ശേരി ബിഷപ്പിനെ കൂടെ കൂട്ടാൻ പറ്റിയല്ലോ. അതിന് പേരിലെന്തിരിക്കുന്നു നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. മനസ്സിലായി. അവർക്ക് അവരുടെ മൈൻഡിൽ എന്താണ് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും അപ്പോൾ ഇനി സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും ഒരുപാട് മീഡിയാസ് ആണെങ്കിലും എല്ലാവരും ഇൻ്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു റെസ്പോൺസ് ആണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? പിന്നെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ സിനിമയിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ, അങ്ങനെ സംഭവമായിട്ടൊന്നുമില്ല. ആരോപിക്കപ്പെടുന്നവരെന്നും ഒരു ഊഹാഭാവത്തിൻ്റെ പിന്നാണ് ആരോപണങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ആരോപണം മാത്രമാണ്. അത്രയും വലിയൊരു സംഭവം ഒന്നും പ്രതീക്ഷിച്ച സിനിമ കാണാൻ ആരും വരണ്ട. വളരെ സത്യസന്ധമായ ഒരു ലവ് സ്റ്റോറി പറയുന്ന ഒരു ചെറിയ ഒരു പ്രണയ ചിത്രം. അതിൽ നമ്മൾ വർഗീയത കുത്തിക്കലർത്തിയിട്ടില്ല എന്നാണ് ഇവരുടെ പ്രശ്നം. ഇതിൻ്റെ ആരോപണത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ താല്പര്യം എന്ന് പറയുന്നത് വർഗീയത പറയാൻ പറ്റിയ സ്ഥലത്ത് പറഞ്ഞില്ല.
അതാണ് ഇതിൻ്റെ ആരോപണം ഉന്നയിച്ചവരുടെ പ്രധാന പ്രശ്നം അതാണ്. അപ്പോൾ എന്തായാലും ഹാല് എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ December 5 അല്ലേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടൈമിലേക്ക് തിയേറ്ററിൽ വന്നിട്ട് എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്താണ് റിയാലിറ്റി എന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും. അപ്പോൾ അങ്ങനെ ഈ മൂവി ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.